പുരുഷന്മാർ സ്ത്രീകൾ രണ്ട് വിഭാഗത്തും ഇബാദത്ത് ഉദ്ദേശിച്ചുള്ള യാത്രയാണ്. നമ്മുടെ സംഘത്തിൽ പോന്നിട്ട് പള്ളിയിൽ ഇരിക്കുന്ന അത്ര സമയം ഒരു സംഘത്തിൽ പോകുന്ന ആളുകളും പെണ്ണുങ്ങൾ പള്ളിയിൽ ഇരിക്കാറില്ല. മറ്റു സംഘക്കാർ എന്താ ചെയ്യുന്നത്? എല്ലാ പുരുഷന്മാരും ജമാഅത്ത് നിസ്കാരത്തിന് പോകും ബാങ്ക് കേട്ടാൻ. ഇവരെ പെണ്ണുങ്ങളും ഒക്കെ ബാങ്ക് കേട്ടാൽ മാത്രം പള്ളിക്ക് നിസ്കരിക്കാൻ വേണ്ടി ബാങ്ക് കേൾക്കുമ്പോ പുരുഷന്മാരൊന്നായിട്ട് പോകുമ്പോ ആ കൂട്ടത്തിൽ തിക്കും തിരക്കുമായിട്ട് ഇവരെ പെണ്ണുങ്ങളും നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി അവരൊക്കെ ഇങ്ങോട്ട്. ആകെ ഇവർ 24 മണിക്കൂറിൽ ഈ 30 മിനിറ്റ് മാത്രമാണ് പോയി വരുന്നത്. നമ്മളെ പെണ്ണുങ്ങൾ നമ്മൾ അതല്ല ചെയ്യുന്നത്. ആ നിസ്കാരങ്ങളുടെ സമയത്ത് പള്ളിയിൽ അതിഗംഭീരമായ ലക്ഷങ്ങളുടെ തിരക്ക. SYSൽ വന്ന ഉമ്മമാരെ പുരുഷന്മാരൊക്കെ സുബഹി നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് ളുഹ്ർ വരെ പള്ളിയും പരിസരവും കാലിയാണ്. SYSന്റെ ഹജ്ജുമ്മമാരെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോയി രാവിലെ 8 മണിക്ക് പള്ളിയിൽ കൊണ്ടുപോയി ഇരുത്തിയാൽ 8 മുതൽ 9, 10, 11, 12 4 മണിക്കൂർ പള്ളിയിൽ തന്നെ ഇരുന്നു കൊണ്ട് കഅബത്തിലേക്ക് നോക്കി തവാഫ് ചെയ്യുക, ഖതം തീർക്കുക, 1000 സ്വലാത്ത് ചൊല്ലുക, 1000 തസ്ബീഹ് ചൊല്ലുക. ഇത് ചെയ്യുന്നത് SYSന്റെ ഹജ്ജിൽ പോകുന്ന ഉമ്മമാരെ. രാത്രി ഇശാ നിസ്കാരം കഴിഞ്ഞു, പുരുഷന്മാരൊക്കെ പോയി, പള്ളി അവിടെ കാലിയാണ്. ആ സമയത്ത് ഇശാ നിസ്കാരം കഴിഞ്ഞ് പെണ്ണുങ്ങളെ നമ്മൾ പള്ളിയിൽ കൊണ്ടുപോയാൽ സുബഹി വരെ പുരുഷന്മാരെ തിക്കും തിരക്കും ഉണ്ടാകുന്നത് വരെ 6 മണിക്കൂറും 7 മണിക്കൂറും 8 മണിക്കൂറും ആ പള്ളിക്കകത്ത് തഹജ്ജുദ് നിസ്കരിക്കുക, വിത്ർ നിസ്കരിക്കുക, കഅബത്ത് നോക്കിയിരിക്കുക, 10,000 സ്വലാത്ത് ചൊല്ലുക, ഖുർആൻ ഖതം തീർക്കുക SYSന്റെ ഉമ്മമാർ ചെയ്തു വരികയാണ്. ഈ 10 മണിക്കൂറും 12 മണിക്കൂറും പള്ളിയിൽ ഇരിക്കുന്നത് നമ്മളെ പെണ്ണുങ്ങളാണ്. ഇവരെന്താ ചെയ്യുന്നത്? ആ പുരുഷന്മാരെ തിരക്കിൽ ബാങ്ക് വെക്കുമ്പോൾ ഒന്നാൾ പോകും, അപ്പൊ തന്നെ തിരിച്ചിങ്ങോട്ട്. ഒരാക്ഷേപം, നമ്മളെ പെണ്ണുങ്ങളെ മാത്രമാണ് പോകാത്തത്. നമ്മളെ പെണ്ണുങ്ങളെ പള്ളിയിൽ പോകുന്നവരും SYSൽ പോകുന്ന പെണ്ണുങ്ങളാണ് പള്ളിയിൽ ഇത്തിക്കാഫിരിക്കല്. SYSൽ പോകുന്ന പെണ്ണുങ്ങളാണ് കഅബ നോക്കിക്കൊണ്ട് ഖുർആൻ ഖതം തീർക്കല്, 1000 സ്വലാത്ത് ചൊല്ലല്. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ നാം നമ്മുടെ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഏൽപ്പിക്കപ്പെട്ടതാണ്. പിന്നെ നമ്മൾ ഒന്നിച്ച് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ആലിമീങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കി തരുന്നത്. ഈ സംഘത്തിൽ നമ്മൾ പോരുമ്പോൾ ധാരാളം ആലിമീങ്ങൾക്കൊപ്പം അങ്ങനെ നമ്മൾ ഉംറ ഒക്കെ ചെയ്തു, ഉംറയുടെ അമലൊക്കെ പൂർത്തിയാക്കി മക്കയിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ മക്കത്തുൽ മുക്കറമയിലും പരിസരത്തും കുറെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട്. ഖദീജ ബീവി കിടക്കുന്ന സ്ഥലം, അവിടെ പോയി ദുആ ചെയ്യാം. ഒരുപാട് മഹാന്മാർ അവിടെ കിടപ്പുണ്ട്, ബാഫക്കി തങ്ങൾ അടക്കം. അതേ പ്രകാരം ഇടക്കിടക്ക് ദിവസവും ആരോഗ്യമുള്ളവർക്ക് അവരെ കഴിവുപോലെ തൻഈമിൽ പോയി മസ്ജിദ് ആയിഷ എന്ന പള്ളിയിൽ പോയി ഉംറ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം. ജഅറാനത്തി എന്ന സ്ഥലത്ത് പോയി റസൂലുള്ള ഉംറ ചെയ്ത സ്ഥലത്ത് പോയി ഉംറ ചെയ്തുകൊണ്ടിരിക്കാം. മക്കയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നതിനിടക്ക് പ്രിയപ്പെട്ട മുഅ്മിനുകളെ 2 വിധം ഉണ്ട്. ഒന്ന്, മക്കയിൽ തന്നെ താമസിച്ച് അവിടെ വെച്ചുകൊണ്ട് തന്നെ ഹജ്ജിന് ഇഹ്റാം ചെയ്ത് മിനായിലേക്കും അറഫയിലേക്കും പോകുന്നവർ. ഹജ്ജിന് മുമ്പ് മക്കയിലെ താമസ സമയത്ത് ഇടക്ക് മദീനത്തേക്ക് പോയി മദീനയിൽ 10 ദിവസം നിന്ന് ഹജ്ജിന്റെ ഇഹ്റാം മദീനത്ത് നിന്ന് ചെയ്തു വരുന്നവർ. ഇങ്ങനെ 2 വിധാണ്. ഹജ്ജിന് മുമ്പ് മദീനയിൽ പോയി മദീനത്ത് നിന്ന് വരുമ്പോൾ ഹജ്ജിന് ഇഹ്റാം ചെയ്ത് വന്ന ആളുകൾക്ക് അറവ് നിർബന്ധമില്ല. മക്കത്ത് തന്നെ നിന്നു അവിടുന്ന് തന്നെ ഹജ്ജിന് ഇഹ്റാം ചെയ്തു, അവർക്ക് അറവ് നിർബന്ധമാണ്. അത് എല്ലാ സംഘത്തിലും കണക്കാണ്. അപ്പൊ നമ്മൾ പോയപ്പോൾ നമ്മൾ ചിന്തിക്കാം, നമ്മൾ ഹജ്ജിന് വന്നു, ഉംറ പൂർത്തിയാക്കി, മക്കയിൽ താമസിച്ചു, മക്കത്ത് നിന്ന് ഹജ്ജിന് മുമ്പ് മദീനത്തേക്ക് പോയിട്ടില്ല, എന്നാൽ നമുക്ക് അറവ് നിർബന്ധം. ഹജ്ജിന് മുമ്പ് മദീനത്ത് പോയി തിരിച്ചു വരുമ്പോൾ ഹജ്ജിന്റെ ഇഹ്റാമിലാ വന്നത്, എന്നാൽ അറവ് നിർബന്ധമില്ല. ഇതാണ് മസ്അല. രണ്ടായാലും ഹജ്ജിന് മുമ്പായാലും ഹജ്ജിന് ശേഷമായാലും മദീനത്തേക്ക് പോക്ക്
അനിവാര്യമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് ഒരാൾ ഹജ്ജിന് വന്നു, പക്ഷെ അയാൾ എന്നെ സിയാറത്ത് ചെയ്തില്ല. ഫഖദ് ജഫാനി, അവൻ എന്നെ വിട്ടവനാണ്, എന്നെ വെറുത്തവനാണ്. എന്നെ വെറുത്തവൻ അല്ലാഹു വെറുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, മദീനത്ത് പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മദീനത്തേക്ക് പോയാലും മക്കത്ത് തന്നെ നിന്നാലും ദുൽഹജ്ജ് 8-ന്റെ അന്ന് രാവിലെ ആളുകളൊക്കെ മിനായിലേക്ക് പുറപ്പെടണം. ദുൽഹജ്ജ് 8-ന് മിനയിലെത്തിയാൽ യൗമുത് തർവിയ, ഹജ്ജിന്റെ പഴയ ദിവസം പ്രത്യേകമായി നമ്മൾ ഹജ്ജിന് വേണ്ടി മാനസികമായ തയ്യാറെടുപ്പ് നടത്തുകയാണ്. ദുൽഹജ്ജ് 8 യൗമുത് തർവിയ. ആ യൗമുത് തർവിയയിൽ നമ്മൾ എല്ലാവരും മിനായിലേക്ക് പോകണം. മിന താഴ്വര, യാതൊരു കാഴ്ചയും അവിടെ ഇല്ല. അവിടെ പ്രത്യേകമായ ഒരു അലങ്കാരങ്ങളില്ല, ഒരു കാഴ്ച വസ്തുവും കാണാനില്ല. മറിച്ച് അവിടെ ഉള്ളതെന്താ? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ബഹുമാനം നബിയുല്ലാഹി ഇസ്മായിൽ കൊച്ചുകുട്ടിയാകുമ്പോൾ ബഹുമാനപ്പെട്ടവരെ അല്ലാഹു അറിയിച്ചത് പ്രകാരം അറവിന് വേണ്ടി കൊണ്ടുപോയില്ലേ? ആ സ്ഥലമാണ് മിന താഴ്വര. അവിടെ ചെല്ലുമ്പോൾ വെറും പർവ്വതങ്ങൾ, നിരനിരയായി മലകൾ നിൽക്കുന്നു. അതിനിടക്ക് കുറച്ചൊഴിഞ്ഞ പ്രദേശം. ആ പ്രദേശത്ത് നമ്മൾ എത്തുമ്പോൾ, പടച്ചവനെ, ഇത് ഇബ്രാഹിം നബി വന്ന സ്ഥലമല്ലേ? ഇത് ഇസ്മായിൽ നബി അലൈഹിസ്സലാം വന്ന സ്ഥലമല്ലേ? ആ കാണുന്ന മലയുടെ താഴ്വരയിൽ വെച്ചുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ ഇസ്മായിലിന്റെ കഴുത്തിലേക്ക് കത്തിവെച്ചത്? ആ ത്യാഗോജ്ജലമായ ചരിത്രം. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അവിടെ ആ സ്മരണ പുതുക്കുന്നതിന് നമ്മളെല്ലാം ദുൽഹജ്ജ് 8-ന്റെ അന്ന് മിനയിലെത്തി. മിനയിലെത്തിയ ശേഷമോ അന്ന് രാത്രി നമ്മൾ അവിടെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. എന്താണ് കാരണമെന്നറിയോ? നാളെ അറഫ ദിവസമാണ്. എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പാപങ്ങൾ ഉണ്ടെങ്കിൽ നാളത്തെ അറഫയിൽ നിന്ന് നമ്മെ അല്ലാഹു സ്വീകരിക്കാതെ പറ്റില്ല. അതുകൊണ്ട് നാളത്തെ അറഫയിലേക്ക് പോകാൻ ഇന്നൊന്ന് തയ്യാറെടുക്കേണ്ടതുണ്ട്. ആ തയ്യാറെടുപ്പ് ഇന്ന് മിനയിൽ നടക്കുകയാണ്. മഗ്രിബിയോട് കൂടെ മിന താഴ്വര ജനനിബിഡമായി കഴിഞ്ഞു. ജനലക്ഷങ്ങൾ. അവിടെയാണ് ക്ഷമ വേണ്ടത്, അവിടെയാണ് സമാധാനം വേണ്ടത്, എല്ലാം വേണ്ടത് അവിടെയാണ്. പല ഭാഷക്കാരും പല നാട്ടുകാരും. ആകെ വർഷത്തിൽ 4 ദിവസം മാത്രമേ ആ ഭൂമി ഉപയോഗിക്കുള്ളൂ. അവിടെ വെള്ളമുണ്ട്, അവിടെ ബാത്റൂമുണ്ട്. നമ്മൾ താമസിക്കുന്ന ടെന്റ്, ആ ടെന്റിൽ നോക്കുമ്പോ ഒരു 25 ബാത്റൂം. പക്ഷെ അത് എത്ര ആക്കുള്ളതാ? 4000 ആക്കുള്ളതാ. അപ്പൊ നമുക്ക് ക്ഷമ വേണോ വേണ്ടേ? അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് ആരും ആരെയും ആക്ഷേപിക്കണ്ട. അവിടെയാണ് നമുക്കത് വ്യക്തമാകേണ്ടത്. നമ്മുടെ നാവുകൊണ്ട് തർക്കം പറയുക, വേണ്ടാത്തത് പറയുക, തമ്മാടിത്തരം പറയുക, ആക്ഷേപം പറയുക ഒന്നും പാടില്ല. വളരെ സൂക്ഷിക്കണം. നമ്മളിപ്പോ ഉമ്മാനെ സഹായിക്കാൻ വേണ്ടി പോയതാ മോള്. എന്നിട്ടോ ഉമ്മ ബാത്റൂമിൽ പോയി ഇങ്ങോട്ട് പുറത്തു വരാൻ നേരം വൈകിയപ്പോഴേക്ക് മോൾക്ക് ദേഷ്യം പിടിച്ചു. അവൾ ഉമ്മാനോട്, ഇത്ര നേരമായി, യാ അല്ലാഹ് ഫലാ റഫസ വലാ ഫുസൂക വലാ ജിദാല ഫിൽ ഹജ്ജ്. ഭാര്യ ഭർത്താവിനോടാവട്ടെ, ഭർത്താവ് ഭാര്യയോടാവട്ടെ, ആരായിരുന്നാലും ശരി, ഭാര്യയും ഭർത്താവും ഒപ്പം ഹജ്ജിന് വന്നു. മിനാ താഴ്വരയിൽ നോക്കുമ്പോ രണ്ടാളും തമ്മിൽ തെറ്റില്ല. ഇപ്പൊ നോക്കുമ്പോ രണ്ടാളെയും സംസാരമൊന്നുമില്ല. കുറെ കഴിഞ്ഞപ്പോ പെണ്ണുങ്ങളെ കൂട്ടത്തിൽ ഒരു ഉമ്മാമ എല്ലാം എന്റെ ചെവിയിൽ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, നമ്മളാ ആചാരും ഹജ്ജുമ്മയും തമ്മിൽ തെറ്റിലാണ്, ഉസ്താദ് ഒന്ന് ഇടപെടണം. ഞാനപ്പോ ആചാരോട് പറഞ്ഞു, ആചാരെ, അതൊരു സുഖമില്ലാത്ത കാര്യമാണ്, ഇത് വലിയ വലിയ പ്രധാനപ്പെട്ട സ്ഥലത്താ നമ്മൾ. മതി ഉസ്താദ്, പ്രധാനം. വളരെ സൂക്ഷിക്കണം. അള്ളാഹു നമ്മുടെ നാവിനെ കാക്കുമാറാവട്ടെ, നമ്മളെ കൽബിന് അള്ളാഹു ശുദ്ധി തരട്ടെ. പടച്ചവനെ, ഞങ്ങൾക്ക് നീ താഴ്മ തരണേ റഹ്മാനെ, ഞങ്ങളെ നീ കിബ്രന്മാരാക്കരുതേ റഹ്മാനെ. ഓ, നാളെ അറഫ മൈതാനിയിലേക്ക് പുറപ്പെടുമ്പോൾ അതിനു മുമ്പ് എല്ലാ പാപങ്ങളും പടച്ച റബ്ബിനോട് ദിക്ർ ചൊല്ലി, സ്വലാത്ത് ചൊല്ലി, ഖുർആൻ ഇങ്ങനെ ഓതി അന്ന് രാത്രി മുഴുവനും ഇബാദത്തിൽ അള്ളാഹുവിനോട് കരഞ്ഞു ദുആ ചെയ്തു. ദുൽഹജ്ജ് 9 എല്ലാവരും അറഫയിലേക്ക്. ജനലക്ഷങ്ങൾ, 30 ലക്ഷം 40 ലക്ഷം, എത്ര ഹാജിമാരാണോ വന്നിട്ടുള്ളത്, അവരെല്ലാവരും അറഫയിലെത്തണം. എല്ലാവരും അറഫയിൽ. അൽ ഹജ്ജു അറഫ മുഹമ്മദുർ റസൂലുള്ളാഹി. ഹജ്ജിന്റെ പരിപൂർണത ലഭിക്കുന്നത് അറഫയോട് കൂടെയാണ്.
ആകയാൽ അറഫയിൽ ഒരാൾ വന്നില്ലേ, ആ വർഷത്തെ ഹജ്ജ് അവന് കിട്ടുകയില്ല. എല്ലാവരും അറഫയിലെത്തി. ളുഹർ നിസ്കാരത്തോടു കൂടെ അറഫ ഭൂമിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വെള്ളത്തിന് കുറവുണ്ടാകും, ഭക്ഷണത്തിന് കുറവുണ്ടാകും. ഞാൻ SYSന്റെ പേരും പ്രശസ്തിയൊക്കെ കേട്ടിട്ട് പോന്നതാണ്. പക്ഷേ എനിക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല. ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. ഗവൺമെന്റിനോ അതല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനോ ഒന്നും ഭക്ഷണം തരാൻ കഴിയില്ല. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മദീനയിലുള്ള നമ്മുടെ കുറച്ച് പ്രവർത്തകന്മാർ, മക്കത്തെ കുറച്ച് പ്രവർത്തകന്മാർ, അവര് അറഫ മൈതാനിയിൽ വന്ന് ഉടനെ ദാഹിച്ചു ക്ഷീണിച്ച് അവശരായിരിക്കുന്ന ഹാജിമാർക്ക് മലയാളത്തിലുള്ള ഒരു കഞ്ഞി വിതരണം ചെയ്യലുണ്ട്. എന്താണ് ആ കഞ്ഞിന്റെ രുചി? ഇപ്പോ വേറൊരു പ്രശ്നമുണ്ട്. ഒരുപാട് തണുത്ത വെള്ളവും മറ്റുമൊക്കെ അവിടെ ഇങ്ങനെ കൊടുക്കുന്നവരുണ്ടാകും. പക്ഷേ ജനലക്ഷങ്ങളുടെ അടിയിൽ നമുക്ക് കിട്ടിയെങ്കിലല്ലേ. മുത്തവീഫിന്റെ ഒരു ചെറിയ ഭക്ഷണം ഉണ്ടാകും. കിട്ടിയെങ്കിൽ അൽഹംദുലില്ലാ, കിട്ടിയില്ലെങ്കിലോ അൽഹംദുലില്ലാ. അവിടെ അത്രേ പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ജനലക്ഷങ്ങൾ. പക്ഷേ SYSൽ വന്നിരിക്കുന്ന ആളുകൾക്ക് ഒരു ഭാഗ്യം അവിടെ കിട്ടും. ബാക്കിയുള്ളവർക്കും അത് ഉപയോഗപ്പെടുത്താം. അതിന് യാതൊരു തടസ്സമല്ല. അതെന്താണ്? അറഫ മൈതാനിയിൽ എല്ലാവരും ദുഹറോട് കൂടെ എത്തി. ദുഹറും അസറും ജംആക്ക് നിസ്കരിച്ചു മുസാഫിരീങ്ങൾ. മക്കത്ത് നിന്ന് തന്നെ വരുന്നവർ ഒറ്റക്കൊറ്റക്ക് വേറെ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും ഇബാദത്ത് തുടങ്ങി. എന്താണ്? 1000 ഖുൽ ഹുവല്ലാഹു അല്ലെങ്കിൽ 100 ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു 1000 അല്ലെങ്കിൽ 100 സൂറത്തുൽ ഹശ്ർ ഒരു പ്രാവശ്യം ഏതെങ്കിലും ഒന്ന് 1000 പൂർത്തിയാക്കി. ഖുൽ ഹുവല്ലാഹു ആവട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ആവട്ടെ, ചൊല്ലി അങ്ങനെ ഇരുന്നു. അസറായി. അസറായപ്പോൾ എല്ലാവരും ടെന്റിൽ നിന്ന് പുറത്തിറങ്ങി. അറഫ മൈതാനി മുഴുവനും ഒരു വെള്ളക്കടലായി മാറിയിട്ടുണ്ട്. ഭൂമിയിൽ മനുഷ്യരുടെ തിരക്ക്, മുകൾ ഭാഗത്ത് മലക്കുകളുടെ തിരക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ നമ്മെ നേരിട്ട് നോക്കുന്നത് പോലെ കണ്ടുകൊണ്ടിരിക്കുന്നു. അറഫയിലാണ് ഇപ്പോൾ ഉള്ളത്. കുപ്പായുണ്ടോ? ഷർട്ട് ധരിച്ചിട്ടുണ്ടോ? തൊപ്പിയുണ്ടോ? നമ്മളിപ്പോ ഒരു പ്രത്യേക നൃത്തമാണ്. എന്താണ്? ഒരരയുടുപ്പ് മാത്രം, പിന്നെയോ ഒരു പുതപ്പും. അത് മാത്രമേ ഉള്ളൂ. ആ പുതപ്പും ഒരരയുടുപ്പും, ഒരു മേൽത്തട്ടവും ഒരരയുടുപ്പും. സ്ത്രീകളോ എന്ത് നല്ല സ്ത്രീകള്! എല്ലാവരും സ്വർഗത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ പാകത്തെ രീതിയിൽ. എന്താ ഇവിടെ ദുനിയാവിന്, ഇവിടെ നമ്മൾ കേരളത്തിൽ നിന്ന് കാണുമ്പോ ഒരാൾ തല മറച്ചത്, ഒരാൾ തല മറക്കാത്തത്, ഒരാൾ മക്കന, ഒരാൾ മക്കന ഇല്ലാതെ, ഒരാൾ മഫ്ത, ഒരാൾ സാരി, ഒരാൾ ബ്ലൗസ്, അങ്ങനെ ഏതെല്ലാം രീതിയിലാണ്. അറഫയിൽ നോക്കുമ്പോഴോ എല്ലാവരും നല്ല റാഹത്തിൽ അൽഹംദുലില്ലാഹ്. അസർ നിസ്കാരം കഴിഞ്ഞു. സ്ത്രീകളൊക്കെ ഒഴിഞ്ഞു ഒരു ഭാഗത്ത് ഇരിക്കുക, പുരുഷന്മാർ ഒരു ഭാഗത്തേക്ക് കൂടി നിൽക്കുക. എന്നിട്ടോ കൂട്ടമായി പ്രാർത്ഥിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് നമ്മളുടെ ദുആഇന്റെ സദസ്സിൽ ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ തങ്ങൾ, അല്ലാഹു ദീർഘായുസ്സ് നൽകട്ടെ, ഇൻഷാ അല്ലാഹ് എല്ലാ വർഷവും AP ഉസ്താദ് എത്താറുണ്ട്. അപ്പൊ ബഹുമാനപ്പെട്ടവരും ഉണ്ടാകും. ഒരു പക്ഷേ ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങളും ഉണ്ടാകും. അപ്പോ കേരളത്തിൽ നിന്ന് പോയ സുന്നി വിഭാഗം ആളുകളും മറ്റ് ജിദ്ദ, ഒമാൻ, റിയാദ് അങ്ങനെ പല ഭാഗത്തുനിന്നും, ബഹ്റൈൻ, കുവൈത്ത് പോലത്തെ ഭാഗത്തു നിന്നൊക്കെ വന്നവര് അറഫയിൽ SYSന്റെ ടെന്റ് എവിടെയാണെന്ന് അന്വേഷിക്കും. അതെന്താണ്? ഈ സയ്യിദന്മാരെ കൂട്ടിക്കൊള്ള ആ പ്രാർത്ഥനയിൽ കൂടാനാണ്. ഞങ്ങളെ കൂടെ അല്ലാതെ വരുന്നവരും ഇത് അന്വേഷിക്കുന്നത് ആ കൂട്ട പ്രാർത്ഥനയ്ക്ക് ഒരവസരമായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുമിച്ച് ദുആ ചെയ്തു. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന കൂട്ടക്കരച്ചിൽ. അതൊരു വല്ലാത്ത കരച്ചിൽ. ആർക്കും ആരെയും ഓർമ്മയില്ല. കൂട്ടക്കരച്ചിൽ. അപ്പൊ ഒരു 10 കല്ലെടുത്തു. ആ 10 കല്ലെടുത്തിട്ട് മടിയിൽ വെച്ചു. എന്തിന്? അഥവാ ഒന്ന് നഷ്ടപ്പെട്ടാൽ അവിടെ വെച്ച് ഏറ് പൂർത്തിയാക്കാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, മുസ്ദലിഫയിൽ നിന്ന് എല്ലാവരും കല്ലിങ്ങനെ പൊറുക്കാണ്. എന്തൊരു രസമാണത്! എന്തൊരു നല്ല ഇബാദത്താണത്! ലോക മുസ്ലിങ്ങൾ മുഴുവനും അടിമയും ഉടമയും വ്യത്യാസമില്ലാതെ, പാവപ്പെട്ടവനും പണക്കാരനും വ്യത്യാസമില്ലാതെ, എല്ലാവരും രാജാവും പ്രജകളും വ്യത്യാസമില്ലാതെ കല്ല് എടുക്കുകയാണ്. 7 കല്ല് ഒരു ചെറിയ കീസിൽ വെച്ചു. ബാക്കിയുള്ള കല്ലുകളെല്ലാം വേറെ കീസിലും വെച്ചു. നമ്മുടെ കൂടെ രോഗമുള്ളവരോ
പ്രായമുള്ളവരോ ക്ഷീണമുള്ളവരോ അല്ലെങ്കിൽ ഒന്നിനും സാധിക്കാത്ത ഉമ്മമാരോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നേരം പുലരുന്നതിന് മുമ്പ് തന്നെ അവർ ജംറത്തുൽ അഖബയിൽ എറിയാനുള്ള സ്ഥലത്ത് എത്തിയാൽ ഒരു കുഴപ്പവുമില്ല. മഅ്ദൂരിങ്ങളാകുമ്പോൾ അത് കുഴപ്പമില്ലാത്തതാണ്. അതേ സമയത്ത് അങ്ങനെയുള്ള വിഷമൊന്നുമില്ലേ? ഏറ്റവും നല്ലതെന്താ? മുസ്ദലിഫയിൽ നല്ലപോലെ മുഅ്ളമുൽ ലൈലും നിന്ന് അവിടെ നിന്നെല്ലാം കഴിഞ്ഞ് മശ്അറുൽ ഹറാമിൽ വന്ന് അധികമായ പ്രാർത്ഥനകളൊക്കെ നടത്തി എന്നിട്ട് വന്നാൽ മതി എറിയാൻ. മുക്കാൽ ഭാഗം റൗണ്ടിലാണ് ആദ്യം എറിയുന്ന ജംറയുള്ളത്. അതുകൊണ്ട് അവിടെ എറിയുമ്പോൾ ആ കുഴി നോക്കി എന്റെ കല്ല് കുഴിയിൽ വീണു എന്ന് ഉറപ്പിക്കണം. ചില ആളുകളൊക്കെ ദൂരെ നിന്ന് ഇങ്ങോട്ട് എത്തും, കേട്ടോ, ഒറ്റ ഏറ് ബിസ്മില്ലാ, ആ തൂണിന് എറിഞ്ഞിട്ട് ഏറെ എവിടെയോ പോയി, സഹിയാവുകയില്ല. നമ്മളൊരു ഇബാദത്തിന് പോയതാ, എന്തിനാ തിരക്കാൻ പോയിരിക്കുന്നത്? എന്താണ് വേറെ എവിടെ ജോലിയുള്ളത്? ഒരു ജോലിയില്ല. എറിയുക, രാത്രി മിനയിൽ വന്ന് കിടന്നുറങ്ങാം, വേറെ ഒരു പണിയില്ല, മിനയിൽ ചെയ്യേണ്ടതില്ല. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ ദിവസത്തെ ഏറിന് വേണ്ടി പോകുമ്പോൾ എറിഞ്ഞു, മുടിയെടുത്തു, ഇല്ലേ എറിയുന്നിടത്ത് വലിയ തിരക്കാ. കുറെ ആളുകൾ തവാഫിന് വേണ്ടി പോയി, തവാഫ് ചെയ്തു, മുടിയെടുത്തു. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, 2 കാര്യം ചെയ്യുമ്പോൾ ഒന്നാമത്തെ തഹല്ലുൽ സംഭവിക്കുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ എന്ത് ചെയ്യണം? ടെന്റിലെത്തി തിരക്കില്ലേ എന്നാ മാത്രമേ എറിയാൻ പോകേണ്ടതുള്ളൂ. തിരക്കുണ്ടോ? ഏറ് താമസിപ്പിക്കാം നമുക്ക്. എന്നിട്ടോ എറിയുന്ന സമയത്ത് അവിടെ പോയി ജംറയുടെ അടുത്ത് നിന്ന് കല്ല് കയ്യിൽ പിടിച്ചു, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. പുരുഷന്മാർ കൈ ഉയർത്തിപ്പിടിക്കണം. പുരുഷന്മാർ കല്ല് പിടിച്ചിരിക്കുന്ന കൈ ഇങ്ങനെ ഉയർത്തിയിട്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. സ്ത്രീകൾ അങ്ങനെ കൈ ഉയർത്തരുത്. അവർ കല്ലെടുത്തിട്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ ഇങ്ങനെ ഉയർത്താൻ പാടില്ല. പുരുഷന്മാർ കൈ ഉയർത്താം, സ്ത്രീകൾ കൈ ഉയർത്താതെ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. 2 വിഭാഗവും എറിയുക തന്നെ വേണം. മെല്ലെ കൊണ്ടുപോയിട്ട് അവിടെ അങ്ങനെ ഇട്ടു കൊടുത്താൻ പറ്റൂല. ഒരാൾ വിചാരിച്ചു വലിയ തിരക്കാണ്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് എറിയാൻ പ്രയാസാണ്. അയാൾ എന്ത് ചെയ്തു? 7 കല്ലും കൂടി ഒരുമിച്ചെടുത്തിട്ട് ബിസ്മില്ലാഹി അല്ലാഹു. എന്നാലോ 7 കൂടി ഒരുമിച്ചെറിഞ്ഞാൽ വീടില്ല, ഒരു ഏറെയാകുള്ളൂ. ബാക്കി 6 വേറെ എറിയണം. ഓരോന്നും വേറെ വേറെ എറിയുകയും എറിഞ്ഞ കല്ല് ആ കുഴിയിൽ വീണു എന്ന് ഉറപ്പിക്കുകയും ചെയ്യണമെന്ന് ശരീഅത്തുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ദിവസം എറിഞ്ഞു, ഏറ് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വന്നിട്ട് എന്താ ചെയ്യുന്നത്? തിരിച്ചു വന്ന ശേഷം നമ്മൾ ടെന്റിൽ കയറി നമ്മുടെ മുടി അവിടുന്ന് കളയാൻ പറ്റുമോ? കളയാം. അല്ല, ഒരാൾ എറിയാതെ തവാഫിന് പോയി, അവൻ മുടി കളഞ്ഞോ? കളയാം. ഒന്നാം തഹല്ലുൽ, മുടി കളയുന്നതോടുകൂടെ അവൻ എന്തു പറ്റും? അവന് ഷർട്ട് ധരിക്കാം, അവന് പിന്നെ കുളിച്ച് ഷർട്ടൊക്കെ ധരിച്ച് അതൊക്കെ മാറ്റാം. ഒന്നാമത്തെ തഹല്ലുൽ. ഏത് മാത്രം പാടില്ല? ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെടുക പോലത്തെ കാര്യങ്ങൾ അതൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ അവന് വസ്ത്രം ധരിക്കാം, ജഡ്ഡി ധരിക്കാം, അവന് ബാക്കിയുള്ള വസ്ത്രങ്ങൾ അതിനൊക്കെ പറ്റും, എണ്ണ പൂശാം, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതല്ലാതെ ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെടുന്ന പോലത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രം. അപ്പൊ ഒന്നാമത്തെ തഹല്ലുൽ ചെയ്യുന്നതിന് പെരുന്നാൾ ദിവസത്തിന്റെ അന്ന് അറവ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം? എറിയുക, അതുപോലെ തന്നെ അറവുള്ളവർക്ക് അറുക്കുക, മുടിയെടുക്കുക, എറിയുക, കഅബൻ തവാഫ് ചെയ്യുക, തവാഫിനെ കൂടെ സഅയ് ചെയ്തിട്ടില്ലാത്തവർക്ക് സഅയ് ചെയ്യുക. ഈ വക കാര്യങ്ങൾക്കെല്ലാം അന്നത്തെ ദിവസമാണ് ചെയ്യേണ്ടത്. സാധിക്കുന്നത് ഏതാണോ അത് മാത്രം ചെയ്യാം. അല്ലാത്തതോ പിറ്റേ ദിവസം ചെയ്യാം, അതിന്റെ പിറ്റേ ദിവസം ചെയ്യാം, അതിന്റെ പിറ്റേ ദിവസം ചെയ്യാം. ഇനി രണ്ടാമത്തെ ദിവസത്തെ ഏറിന്റെ സമയത്തോ ളുഹർ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഏറിന്റെ സമയമായി. ആളുകളൊക്കെ ധരിച്ചു വെക്കുന്നത് അപ്പം മാത്രമേ എറിയാൻ പാടുള്ളൂ. അപ്പോൾ എറിയാം, അസറിന് എറിയാം, മഗ്‌രിബിക്ക് എറിയാം, രാത്രി പോയിട്ട് എറിയാം. രാത്രിയും വലിയ തിരക്ക്, പിറ്റേ ദിവസം രാവിലെ പോയിട്ട് എറിയാം, ഒരു കള ആവൂല. ജീവൻ പണയപ്പെടുത്തി മസ്അലകൾ പഠിക്കാതെ അബദ്ധം ചെയ്യാൻ പോകരുത്. പക്ഷേ എപ്പോ എറിയാൻ പോയാലും എറിയാൻ പോയ സ്ഥലത്ത് നിന്ന് ഒന്നാമത്തെ ജംറ ഒരു തൂണ്, അതിന് ചുറ്റുഭാഗത്തും വട്ടത്തിലുള്ള ഒരു കിണറ്,
നമ്മുടെ കുഴിയിൽ ആ കല്ല് മുഴുവനും ഈ കിണറ്റിൽ വീഴണം. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ ഒന്നാമത്തെ സ്ഥലത്ത് എറിഞ്ഞു, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ രണ്ടാമത്തെ സ്ഥലത്ത് എറിഞ്ഞു. ആദ്യത്തെ സ്ഥലത്തുനിന്ന് ഏറ് കഴിഞ്ഞ് കഅബ ശരീഫിലേക്ക് തിരിഞ്ഞ് കുറച്ച് സമയം ദുആ ചെയ്യുക. ദുആ കഴിഞ്ഞ് മുന്നോട്ട് നടക്കുക, രണ്ടാമത്തെ സ്ഥലത്ത് എറിയുക, ദുആ ചെയ്യുക. ദുആ കഴിഞ്ഞ് മൂന്നാമത്തെ സ്ഥലത്തേക്ക് പോവുക, എറിയുക, ദുആഇന് നിൽക്കാതെ വേഗത്തിൽ അവിടെ നിന്ന് വിട്ടുപോരുക. ഇതാണ് വേണ്ടത്. ഇനി നമ്മളെ കൂട്ടത്തിൽ വന്ന ഉമ്മ തീരെ സുഖമില്ല, നമ്മൾ പകരം എറിയൽ നിർബന്ധ ഘട്ടത്തിലെത്തി. എന്നാൽ എന്ത് ചെയ്യണം? ഉമ്മയോട് പകരം എറിയാനുള്ള കല്ല് വക്കാലത്തായി വാങ്ങുക. വാങ്ങിയിട്ട് എന്ത് ചെയ്യാ? ആദ്യം നമ്മൾ പോയിട്ട് നമ്മളെ ഏറ് 1, 2, 3 കഴിച്ചു. തിരിച്ച് ഒന്നാമത്തെ സ്ഥലത്ത് തന്നെ വന്നിട്ട് ഉമ്മാന്റെ നിയ്യത്തിൽ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ 7 1 2 3 ഇങ്ങനെയാണ് എറിയേണ്ടത്. ചില ആളുകൾക്ക് അബദ്ധം പറ്റാറുണ്ട്, വിവരമില്ലാത്തതുകൊണ്ട്. എന്താണ്? അവരെന്ത് ചെയ്തു? ഒന്നാമത്തെ സ്ഥലത്തെത്തി 7 അവന്റേത് എറിഞ്ഞു, അവളെ തന്നെ നിന്നുകൊണ്ട് 7 ഉമ്മാന്റേത് എറിഞ്ഞു. കുറച്ചിപ്പുറത്തേക്ക് വന്ന് രണ്ടാമത്തെ സ്ഥലത്തേക്ക് 7 അവന്റേത് എറിഞ്ഞു, അവളെ തന്നെ ഉമ്മാൻ പാടില്ല. അവരവരുടെ ഇബാദത്ത് മുഴുവനും പൂർത്തിയാക്കിയ ശേഷം മാത്രമേ മറ്റുള്ളവരത് പറ്റുകയുള്ളൂ. ഇത് പഠിക്കേണ്ടതാണ്. ഇനി പെരുന്നാൾ കഴിഞ്ഞു, ദുൽഹജ്ജ് 11 12 രണ്ടാമത്തെ ദിവസത്തെ ഏറ് കഴിഞ്ഞ് അവളൊന്ന് മൂന്നാമത്തെ ദിവസം നിൽക്കാതെ പോരാൻ പരിപാടിയുണ്ടോ? എന്നാൽ എന്ത് ചെയ്യണം? ഒരു കുഴപ്പവുമില്ല. രണ്ടാമത്തെ ദിവസത്തെ ഏറ് മഗ്‌രിബിക്ക് മുമ്പ് പൂർത്തിയാക്കി മഗ്‌രിബി ആകുമ്പോഴേക്കും മിനയുടെ അതിർത്തി വിടണം. മിനയുടെ അതിർത്തി വിടാൻ പറ്റിയില്ലേ, മൂന്നാമത്തെ ദിവസം കൂടി അവിടെ നിൽക്കണം. മിനയിൽ ആകെ താമസകാലത്ത് എന്തേ ചെയ്യേണ്ടതുള്ളൂ? എറിയുക, മിനയിൽ രാപ്പാർക്കുക, എറിയുക, മിനയിൽ രാപ്പാർക്കുക. മിനയിൽ നമ്മൾ 11ാമത്തെ ദിവസം നിൽക്കുമ്പോ 12ാമത്തെ ദിവസം നിൽക്കുമ്പോ ഒരാൾ മക്കത്തേക്ക് പോയി തവാഫ് പൂർത്തിയാക്കാൻ. അയാള് ഹജ്ജിന്റെ തവാഫ് ചെയ്തു, സഅയ് ചെയ്തു, ഒരു കുഴപ്പവുമില്ല. തിരിച്ചു വരുന്ന സമയത്ത് ഏറ് പൂർത്തിയാക്കി അയാൾ എന്ത് ചെയ്യണം? രാപ്പാർക്കാൻ മിനയിലെത്തണം. ഒരു ദിവസത്തെ ഏറോ ഒരു ദിവസത്തെ രാപ്പാർക്കലോ ഒക്കെ ഒഴിവായി പോയെങ്കിൽ അത് ചെറിയ ഫിദിയ കൊണ്ട് രക്ഷപ്പെടും. 3 ദിവസത്തെ ഏറും 3 ദിവസത്തെ രാപ്പാർക്കലും ഒക്കെ നഷ്ടപ്പെട്ടാൽ അതിന് ഫിദിയ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചില ആളുകൾ അബദ്ധം സംഭവിക്കാറുണ്ട്. രണ്ടാമത്തെ ദിവസം ഏറ് നിർത്തി പോവുക. അപ്പൊ അവരെന്ത് ചെയ്യും? 3ന്റെ ഏറും കൂടി 2ന്റെ അന്ന് എറിഞ്ഞിട്ട് പോവുക. ഇതൊന്നും ആവശ്യമില്ലാത്തതാണ്. അതുകൊണ്ട് പെരുന്നാൾ ദിവസത്തിന്റെ അന്ന് ഇനി നമുക്ക് ഫിദിയയുടെ അറിവുണ്ടോ? അവർക്ക് അന്ന് അറുക്കാം. വളുഹിയത്ത് ആരെങ്കിലും അറുക്കാൻ ഉദ്ദേശിക്കുന്നു, അതും അവിടെ വെച്ചുകൊണ്ട് അറുക്കാം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മൾ മൃഗത്തെ വാങ്ങി നേരിട്ട് അറുക്കുകയോ അറുക്കുമെന്ന് വിശ്വാസയോഗ്യമായി ഉറപ്പുള്ള ആളുകളെ ഏൽപ്പിക്കുകയോ ചെയ്യാനല്ലാതെ ആരെങ്കിലും ഒക്കെ വന്നിട്ട് ഞങ്ങളെ കമ്മിറ്റി ഉണ്ട്, അവിടെ കൊടുത്താൽ മതി ഇവിടെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരു വ്യക്തിയുടെ കയ്യിലല്ലാതെ ഏൽപ്പിക്കാൻ അത് വീടിക്കൊള്ളണം എന്നില്ല. കഅബ ശരീഫിലേക്ക് മിനയിലെ 3 ദിവസത്തെ ഏറും കഴിഞ്ഞ് നമ്മൾ നേരത്തെ പോയ കഅബത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ആരെങ്കിലും തവാഫ് ചെയ്യാൻ ബാക്കിയുണ്ടോ? അവര് തവാഫ് പൂർത്തിയാക്കുകയാണ്. കഅബത്തിന്റെ നിർബന്ധമായ തവാഫ്, ഹജ്ജിന്റെ നിർബന്ധമായ തവാഫ്, ഫറളായ തവാഫ് എന്നോ ഇഫാദത്തിന്റെ തവാഫ് എന്നോ ഇതൊക്കെ അതിന് പറയാം. നിർബന്ധമായ തവാഫ് ചെയ്തിട്ട് നേരത്തെ ഉംറക്ക് തവാഫ് ചെയ്തതുപോലെ ഇവിടെ ഹജ്ജിന്റെ തവാഫ് പൂർത്തിയാക്കി. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അറഫയിൽ നിന്ന് വന്ന ശേഷം, മുസ്ദലിഫയിൽ നിന്ന് വന്ന ശേഷം മിനയിൽ കൂടെ കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ കഅബത്തിങ്കൽ വന്ന് ഫറളായ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ മലായികത്ത് വന്നിട്ട് ചുമലിൽ കൈവെക്കുന്നു. അല്ലാഹുവിന്റെ മലക്കുകൾ വന്നിട്ട് ചുമലിൽ കൈവെക്കുന്നു. എന്നിട്ട് സഹോദരിയോട് സഹോദരനോട് മലക്കുകൾ പറയുന്നു, മോനെ നീ ഭാഗ്യവാനാണ് കേട്ടോ, അല്ലാഹു നിന്നെ സ്വീകരിച്ചിരിക്കുന്നു, അല്ലാഹു നിന്റെ ഹജ്ജ് സ്വീകരിച്ചിരിക്കുന്നു, നിന്നെ സ്വർഗത്തിലേക്ക് തെരഞ്ഞെടുത്തിരിക്കുന്നു. മലക്കുകൾ ഓരോ ഹാജിയുടെയും ചുമലിൽ കൈവച്ചുകൊണ്ട് സന്തോഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ.
പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഹജ്ജിന്റെ ഇബാദത്ത് ഈ രൂപത്തിൽ പൂർത്തിയാക്കി ഹാജി മക്കത്തുൽ മുക്കറമയോട് യാത്ര പറയാൻ സമയമായാൽ അവസാനം കഅബത്തോട് യാത്ര ചോദിക്കുന്ന ഒരു തവാഫുണ്ട്. ഏതാണ് ആ തവാഫ് എന്നറിയോ? യാത്ര ചോദിക്കുന്ന തവാഫ്, തവാഫുൽ വദാ. യാത്ര ചോദിക്കുന്ന തവാഫ്. ആ തവാഫിന് വേണ്ടി കഅബത്തോട് യാത്ര ചോദിക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കഅബത്തിങ്ങ ചെന്നപ്പോ കണ്ണീരൊഴുക്കിയില്ലേ? അത് സന്തോഷത്തിന്റെ കണ്ണുനീരാണ്. ഞാനിവിടെ എത്തിയല്ലോ റബ്ബേ, ഈ സാധുവായ ഞാനിവിടെ വന്നല്ലോ, സന്തോഷത്തിന്റെ കണ്ണുനീരാണ്. ഇപ്പൊ നമ്മൾ കഅബത്തോട് വിട പറയാൻ പോകുന്നു, ദുഃഖത്തിന്റെ വേർപാടിന്റെ കണ്ണുനീരാണ്. കുടുതുട കണ്ണുനീരൊഴിച്ച് 7 വട്ടം കഅബത്തെ ചുറ്റി. ആ ഓരോ പ്രാവശ്യം ചുറ്റുമ്പോഴും അല്ലാഹുവേ അല്ലാഹുമ്മ ലാ തജഅൽ ഹാദാ ആഖിറൽ അഹ്ദി ഫീ ഹറമിക, പടച്ചവനെ നിന്റെ കഅബത്തിന്റെ അടുക്കലുള്ള അവസാനത്തെ വരവ് ആക്കല്ലേ. വറുസുഖനിൽ ഔദ സുമ്മൽ ഔദ, വറുസുഖനിൽ ഔദ സുമ്മൽ ഔദ. വീണ്ടും വീണ്ടും നിന്റെ കഅബത്തിങ്കൽ വരാൻ എനിക്ക് നീ ഭാഗ്യം നൽകണേ, ഭാഗ്യം നൽകണേ. എന്റെ മക്കൾക്ക് ഈ ഭാഗ്യം നൽകണേ, എന്റെ ഭർത്താവിന്, എന്റെ ഭാര്യക്ക്, എന്റെ കൂട്ടുകാർക്ക്, എന്റെ ജ്യേഷ്ഠനുജന്മാർക്ക്, എന്റെ സഹോദരന്മാർക്ക്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കണ്ണീരോട് കൂടെ ദുആ ചെയ്യുക. കഅബത്തോട് ഒന്നിങ്ങോട്ട് തിരിഞ്ഞു. നമ്മൾ കഅബത്തോട് വീണ്ടും പറഞ്ഞു. കുറച്ചുകൂടി അങ്ങോട്ടെത്തി. തിരിഞ്ഞു നോക്കുമ്പോ കഅബ കാണുന്നുണ്ട്. ഒന്നുകൂടി കഅബത്തോട് യാത്ര പറഞ്ഞു. കുറച്ചുകൂടി അങ്ങോട്ടെത്തി. നോക്കുമ്പോ കഅബ കാണുന്നുണ്ട്. ഒന്നുകൂടി പറഞ്ഞു, കഅബമേ നിന്നെ വിട്ടു പിരിയാൻ എനിക്ക് ആശയില്ല, നിന്നെ വിട്ടുപിരിയാൻ എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ എനിക്ക് എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകണ്ടേ, എന്റെ നാട്ടിലേക്ക് പോകണ്ടേ. അതുകൊണ്ട് ഞാൻ പോകുന്നു. വീണ്ടും കാണാം. അല്ലാഹുവേ എനിക്ക് വീണ്ടും വരാൻ തൗഫീഖ് ചെയ്യണേ പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും കുറച്ചങ്ങോട്ട് നടന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ കഅബ കാണുന്നില്ല. ഇനി വേഗം നടക്കണം, വേഗം നടക്കണം. കഅബത്തോട് യാത്ര പറഞ്ഞു. ആ യാത്ര ചോദിച്ചുകൊണ്ട് നേരത്തെ മദീനത്ത് പോയ ആളുകൾ അവരവരുടെ നാട്ടിലേക്ക്, നേരത്തെ മദീനത്ത് പോകാത്ത ആളുകളോ അവര് ഇലാ ഹദ്റത്തി റസൂലില്ലാഹി ഹബീബ് മുഹമ്മദ് മുസ്തഫ മുത്തുനബിയുടെ നാട്ടിലേക്കാണ് അവർ പോകുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഹജ്ജിന് മുമ്പ് പോയവരായാലും ഹജ്ജിന് ശേഷം പോകുന്നവരായാലും റസൂലുള്ളാഹിന്റെ അടുക്കൽ പോകാതെ പറ്റില്ല. മക്കത്തുൽ മുക്കറമയിൽ നിന്ന് 450 കിലോമീറ്റർ അകലെയുള്ള മദീന മുനവ്വറ, റസൂലുള്ളാഹി തങ്ങളുടെ നാട്, റസൂലുള്ളാഹി ജീവിച്ചിരിക്കുന്ന നാട്, ലക്ഷക്കണക്കിന് സ്വഹാബാക്കൾ ജീവിച്ച നാട്, സ്വാലിഹീങ്ങളുടെ നാട്. ഇപ്പോഴും 10,000-ത്തിലധികം വരുന്ന സ്വഹാബാക്കൾ മദീനയിലെ ജന്നത്തുൽ ബഖീൽ കിടക്കുന്നുണ്ട്. ആരൊക്കെയാണ് മദീനത്ത്? ഹബീബ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹിന്റെ പള്ളി. ആ പള്ളിയിലേക്ക് നമ്മൾ എത്തിയാൽ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അവിടെ ഉണ്ട് മാ ബൈന ബൈതി വ മിംബരി, അതല്ലെങ്കിലോ മാ ബൈന ഖബരി വ മിംബരി, എന്റെ മിംബറിന്റെയും ഖബറിന്റെയും ഇടക്കുള്ള സ്ഥലം ഭൂമിയിലെ സ്വർഗ്ഗമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ആ ഭൂമിയിലെ സ്വർഗ്ഗത്തിലേക്കാണ് പോകുന്നത്. ഭൂമിയിലെ സ്വർഗ്ഗത്തിലേക്ക് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഹബീബ് നമ്മളെ കാത്തിരിക്കല്ലേ. നമ്മൾ അങ്ങോട്ട് എത്തി. മദീനയോട് അടുത്തെത്തുമ്പോ തന്നെ ദൂരെ നിന്ന് മദീനയിലെ ഈ തപ്പനത്തോട്ടങ്ങൾ കാണാൻ തുടങ്ങുമ്പോൾ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ശഫീഉൽ മുദ്നിബീൻ. റസൂലുള്ളാഹിന്റെ ഓരോ പേരുകൾ വിളിച്ചുകൊണ്ട് സലാമിങ്ങനെ അറിയിച്ചുകൊണ്ട് പോകണം. മദീനത്തേക്ക് അടുക്കും തോറും സലാം വർദ്ധിപ്പിച്ച് മദീനയിലെത്തി. വിശാലമായ മദീന പള്ളി, 12 ലക്ഷം ആളുകൾക്ക് നിസ്കരിക്കാൻ സൗകര്യമുള്ള പള്ളി. ആ പള്ളിയിൽ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മൾ എത്തിപ്പെടുമ്പോൾ റസൂലുള്ളാഹിന്റെ ഭൂമിയിലെ സ്വർഗം എന്ന് പറഞ്ഞ സ്ഥലമാണ്. പുരുഷന്മാർ ശ്രദ്ധിക്കുക, ആ പള്ളിയിലെ ബാബു ജിബ്രീൽ എന്ന വാതിലുണ്ട്. ആ വാതിൽക്കൽ കൂടെയാണ് കടക്കേണ്ടത്. സൗകര്യപ്പെട്ടാൽ ആ വാതിലിൽ കടക്കുക. അല്ല തിക്കും തിരക്കുമാണോ സൗകര്യം പോലെ ഏത് വാതിലിലൂടെ വന്നാലും നേരെ പഴയ പള്ളി കണ്ടുപിടിക്കുക. അവിടെ ചോദിക്കുമ്പോൾ പഴയ പള്ളി കാണാം. പുതിയ വാർപ്പിന്റെ പള്ളി, പഴയ പള്ളി. ആ പഴയ പള്ളിയിലെത്തിയാൽ ഒരു തരം നേരിയ വെളുപ്പ് വിരിച്ച പ്രത്യേക കാർപ്പറ്റ് ഉണ്ട്. ആ കാർപ്പറ്റ് പള്ളിയിൽ വേറെ എവിടെയും കാണില്ല.
അതാണ് ഭൂമിയിലെ സ്വർഗം എന്ന് പ്രത്യേകം പറഞ്ഞ സ്ഥലം. റസൂലുള്ള നിസ്കരിച്ച മെഹ്റാബ്, റസൂലുള്ള ദർസ് നടത്താൻ ഇരുന്ന സ്ഥലം, സ്വഹാബാക്കൾ ഓതിക്കൊണ്ടിരുന്ന സ്ഥലം, ബഹുമാനപ്പെട്ട ഒരു സ്വഹാബി അടുക്കൽ തെറ്റ് സംഭവിച്ചപ്പോൾ തൗബ സ്വീകരിച്ച ആയത്തിറങ്ങിയ സ്ഥലം, അതൊക്കെ തൂണിൽ പ്രത്യേകം ഉസ്തുവാനത്തു ആയിഷ, ഉസ്തുവാനത്തു സരീർ, ഉസ്തുവാനത്തു തൗബ എന്നിങ്ങനെ പ്രത്യേകം ചുമരിൽ തൂണിൽ എഴുതി വെച്ച ആ പ്രത്യേക സ്ഥലമുണ്ട്. അവിടെ അങ്ങോട്ട് പോയി 2 റക്അത്ത് നിസ്കരിക്കുക. പള്ളിയുടെ തഹിയ്യത്ത് നിസ്കരിച്ചുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യുക. വലൗ അന്നഹും ഇളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. അല്ലാഹുവിന്റെ ഖുർആൻ. ആരാണോ ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള മുഅ്മിനീങ്ങൾ അവരടുക്കൽ തെറ്റ് സംഭവിച്ചു, അവർ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നു, സങ്കടപ്പെട്ടു, നബിതങ്ങളും അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്ന് നമ്മൾ കരഞ്ഞു, റസൂലുള്ളാഹിന്റെ മനസ്സുരുകി, റസൂലുള്ളാഹിയും പറഞ്ഞു, നമ്മളും പറഞ്ഞു, അല്ലാഹു തആല ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. അല്ലാഹു തആല നമ്മുടെ സങ്കടം കേൾക്കുകയാണ്, അല്ലാഹു നമ്മുടെ തൗബ സ്വീകരിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, മദീനയിലെ റൗളയിൽ ഭൂമിയിലെ സ്വർഗത്തിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ട് നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ പടച്ച റബ്ബ് ഭാഗ്യം നൽകട്ടെ. അവിടെ നിന്ന് എഴുന്നേറ്റു നേരെ പള്ളിയുടെ മുൻഭാഗത്ത് റസൂലുള്ളാഹിക്ക് അഭിമുഖമായി നിന്ന് സലാം പറയാൻ 3 ദ്വാരം പ്രത്യേകം വെച്ചിട്ടുണ്ട്. 1ാമത്തെ ദ്വാരത്തിന്റെ അടുത്തെത്തുമ്പോൾ നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹിക്ക് നേരെ ആ ദ്വാരത്തിലൂടെ ഇങ്ങനെ നോക്കിയാൽ നേരെ റസൂലുള്ളാഹിക്ക് അഭിമുഖമായിട്ടാണ്. പുരുഷന്മാർക്ക് മാത്രമേ ആ വഴിക്ക് പോകാൻ പാടുള്ളൂ, അവിടെ സ്ത്രീകൾക്ക് പോകാൻ പാടില്ല. സ്ത്രീകളെ പള്ളിക്ക് എന്ന് പറയണ ആരും അവിടെ കൊണ്ടുപോകാറില്ല. ലോകത്തുള്ള ഒരു പാർട്ടിക്കാരനോട് കൊണ്ടുപോകാനും പറ്റൂല. അതെന്താ? റസൂലുള്ളാഹിന്റെ മുന്നിലൂടെ നടക്കേണ്ടത് സ്ത്രീകളല്ല, പുരുഷന്മാരാണ്. അപ്പോ അവിടെ നേരെ അഭിമുഖമായി പുരുഷന്മാർ നിന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുക്കൽ വളരെ ഭക്തിയിൽ, വളരെ ഭയഭക്തിയിൽ, വളരെ താഴ്മയിൽ ശബ്ദം താഴ്ത്തി റസൂലുള്ളാഹിന്റെ നേരെ നിന്നുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. നമ്മുടെ കിതാബുകളിൽ റസൂലുള്ളാഹിക്ക് സലാം ചൊല്ലുന്ന ഒരുപാട് സലാമുകളുണ്ട്. അസ്സലാമു അലൈക യാ നബിയല്ലാഹ്, അസ്സലാമു അലൈക യാ ത്വഹ എന്നിങ്ങനെ ധാരാളം. പള്ളിയിലേക്ക് ബാബു ജിബ്രീലിലൂടെ കടക്കുമ്പോൾ തന്നെ അത്തഹിയാത്തിൽ ചൊല്ലുന്ന ഒരു സലാം ആദ്യം ചൊല്ലിയിരിക്കണം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പള്ളിയിലേക്ക് കടക്കുന്ന ദിക്ർ കഴിഞ്ഞാൽ ഈ സലാം ചൊല്ലിയിട്ട് വേണം റസൂലുള്ളാഹിന്റെ പള്ളിയിലേക്ക് ഇങ്ങോട്ട് കടക്കാൻ. തിരിച്ച് അവിടെ നിന്ന് സുജൂദ് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് റസൂലുള്ളാഹിന്റെ നേരെ മുന്നിൽ വന്ന് എത്ര നേരവും നിന്നുകൊണ്ട് അങ്ങനെ സലാം ചൊല്ലുക. തിരക്കില്ലാത്ത സമയത്ത്, തിരക്കുള്ള സമയത്തോ വേഗം സലാം ചൊല്ലുക. സലാം ചൊല്ലി റസൂലുള്ളാഹിന്റെ സലാം കഴിഞ്ഞു, കുറച്ചിങ്ങോട്ട് മാറി സുദ്ദീഖ് തങ്ങൾക്ക് നേർക്കാണ് ആ ദ്വാരമുള്ളത്. സുദ്ദീഖ് തങ്ങൾക്ക് സലാം ചൊല്ലുക. കുറച്ചങ്ങോട്ട് മാറി ഒരടി നീങ്ങി ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നേർക്കാണ് സലാം ചൊല്ലുക. ഉമ്മമാർക്ക് സൗകര്യമുണ്ട്. മദീനത്തെ പള്ളിയിൽ സ്ത്രീകൾക്ക് പോകാൻ വേറെ തന്നെ സമയം അനുവദിക്കുന്നുണ്ട്. ഗവൺമെന്റ് തന്നെ നിശ്ചയിച്ച സമയമാണത്. അതെങ്ങനെ? സുബൈ നിസ്കാരം കഴിഞ്ഞ് 7:30 മണി മുതൽ പെണ്ണുങ്ങൾക്ക് വരാം 11:30 വരെ. ആ സമയത്ത് റസൂലുള്ളാഹിക്ക് സലാം പറയാൻ സ്ത്രീകൾക്ക് പോകേണ്ട സമയമാണ്. അപ്പോഴേ അവര് പോകേണ്ടത്. അവിടുത്തെ നിയമം തന്നെ അങ്ങനെയാ. അതേ പ്രകാരം ഉച്ചക്ക് ളുഹർ നിസ്കാരം കഴിഞ്ഞു 1:30 മുതൽ 3 മണി വരെ 1:30 മണിക്കൂർ സ്ത്രീകൾക്കുള്ള സമയമാണ്. ഉമ്മമാരോട് പറയുന്നത് റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ ശബ്ദം താഴ്ത്തി കോലാഹലങ്ങൾ ഉണ്ടാക്കാതെ വളരെ അച്ചടക്കത്തിൽ നിൽക്കണം. പെണ്ണുങ്ങളുടെ ഭാഗത്ത് എപ്പോഴും 10 മണിക്കോ 9 മണിക്കോ ഒക്കെ ചെന്നു നോക്കിയാൽ പെണ്ണുങ്ങളെ കലപില വലിയ ശബ്ദ കോലാഹലം. ഈമാൻ തെറ്റിപ്പോകും, സൂക്ഷിക്കണം കേട്ടോ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ പള്ളിയിലേക്കൊന്ന് പോകാൻ നമുക്ക് ഭാഗ്യമുണ്ടായാലോ. മൻസാറ ഖബ്റ മുഹമ്മദി
റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ആർക്കാണോ സന്ദർശിക്കാൻ വരാൻ ഭാഗ്യം ലഭിച്ചത്, റസൂലുള്ളാഹിന്റെ മദീന സിയാറത്തിന് ഒരാൾക്ക് ഭാഗ്യം ലഭിച്ചാൽ നാളെ ഹൗദുൽ കൗസറിന്റെ അവിടെ ഞാൻ അവരെ കാത്തു നിൽക്കും, ഞാൻ അവർക്ക് ശഫാഅത്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ ശുപാർശ അതാണ് അള്ളാഹു സ്വീകരിക്കുന്നത്. ആ ശുപാർശ ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്ക് മദീനയിൽ പോകാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. മദീനയോട് തൊട്ട് കിടക്കുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടെ കിടക്കുന്നു, ഫാത്തിമ ബീവി കിടക്കുന്നു, ആയിഷ ബീവി കിടക്കുന്നു, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കിടക്കുന്നു. സുബ്ഹാനല്ലാഹ്, 10,000-ലധികമോ 20,000-ലധികമോ വരുന്ന സ്വഹാബ, റസൂലുള്ളാഹിക്ക് മുല കൊടുത്ത ഉമ്മ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ, അവരൊക്കെ വിശ്രമിക്കുന്ന ആ സ്ഥലത്ത് സുബൈ നിസ്കരിച്ച് ഗേറ്റ് തുറക്കും, എല്ലാവർക്കും സിയാറത്ത് ചെയ്യാം. അസ്ർ നിസ്കരിച്ച് ഗേറ്റ് തുറക്കും, എല്ലാവർക്കും പോയി സിയാറത്ത് ചെയ്യാം. നമ്മുടെ പ്രിയങ്കരനായ വെള്ളിലെ മുഹമ്മദ് ഫൈദി അടക്കം നാട്ടിൽ നിന്ന് പോയവരും അവിടെ കിടക്കുന്നുണ്ട്. അല്ലാഹു ആ ജന്നാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഈമാൻ കിട്ടി ഒരു സ്ഥലത്ത് മരിക്കാൻ ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവര് മദീനയിൽ മരിക്കാൻ ആഗ്രഹിക്കട്ടെ എന്ന് ഹബീബ് റസൂലുള്ളാഹി. അത്രയും ശ്രേഷ്ഠമായ സ്ഥലമാണ് പ്രിയപ്പെട്ട മുഅ്മിനുകളെ ജന്നത്തുൽ ബഖീഅ. അവിടെ സ്ത്രീകൾക്ക് പുറത്ത് നിന്നുകൊണ്ട് രാത്രി സമയത്ത് ഒഴിഞ്ഞു പോയിക്കൊണ്ട് സിയാറത്ത് ചെയ്യാം. അങ്ങനെ മദീനയിൽ താമസിക്കുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, എന്താണ് മഹാന്മാരുടെ കിതാബിൽ രേഖപ്പെടുത്തിയത്? മദീനത്തുകൂടെ നടക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താ കാര്യം? സ്വഹാബത്തിന്റെ കണ്ണുനീര് പുരളാത്ത ഒരു മണൽ തരി മദീന ഹറമിലില്ല. റസൂലുള്ളാഹി നടന്ന ഭൂമിയാണത്. ജിബ്രീൽ അലൈഹിസ്സലാം ധാരാളം പ്രാവശ്യം വന്ന ഭൂമിയാണത്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഒരു വെറുപ്പ്, ഒരു അറപ്പ്, ഒരു ദേഷ്യം മദീനയോട് നമുക്ക് വരാൻ പാടില്ല. ഈമാൻ നഷ്ടപ്പെട്ടു പോകും. അതാ കാണുന്നു ഉഹദ് മല. ഉഹദിന്റെ ഭാഗത്തു നിന്നും ഞാൻ സ്വർഗത്തിന്റെ വാസന കേൾക്കുന്നു എന്ന് പറഞ്ഞ ഉഹദ് മല, ആ താഴ്വരയിൽ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു അവിടെയാണ് കിടക്കുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമുക്ക് ഉഹദിൽ പോകാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ജബലുർ റുമാത്ത് അമ്പെഴുത്തിൽ പ്രത്യേക പരിശീലനം നൽകിയ സ്വഹാബാക്കളെ നിർത്തിയിരിക്കുന്ന ആ സ്ഥലം, യുദ്ധം നടന്ന ഭൂമി, അവിടെ പോയിട്ട് ഹംസത്തുൽ കറാർ തങ്ങൾക്ക് സലാം ചൊല്ലിക്കൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനുകളെ ദുആ ചെയ്യണം. അതാ ചരിത്ര പ്രസിദ്ധമായ മസ്ജിദുൽ ഖിബ്ലതൈൻ, ആദ്യം ബൈത്തുൽ മുഖദ്ദസിലേക്കും പിന്നെ കഅബ ശരീഫിലേക്കും 2 ഖിബ്ലയിലേക്ക് നിസ്കരിച്ച മസ്ജിദുൽ ഖിബ്ലതൈൻ നമുക്ക് പോയി 2 റക്അത്ത് നിസ്കരിക്കണം. അല്ലാഹു അവസരം നൽകട്ടെ. മാത്രമാണോ മസ്ജിദ് ഖുബാ ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ. റസൂലുള്ളാഹി തങ്ങൾ ആദ്യമായി മദീനത്ത് എന്നപ്പോൾ താമസിച്ച സ്ഥലം, അവിടെയുള്ള പള്ളി, ആ പള്ളിയിൽ 2 റക്അത്ത് നിസ്കരിച്ചാൽ ഒരു ഉംറ ചെയ്ത പ്രതിഫലമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനത്തെ പള്ളിയാണ് ഖുബാ മസ്ജിദ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, റസൂലുള്ളാഹി വലിയ പള്ളി ഉണ്ടാക്കി, മദീനത്തെ പള്ളി. എല്ലാ ശനിയാഴ്ചയും നബി തങ്ങൾ ഖുബാ മസ്ജിദിലേക്ക് മദീനയിൽ നിന്ന് നടന്നു പോവുകയാണ്. അവിടെ ചെന്ന് ഒരു 2 റക്അത്ത് നിസ്കരിച്ച് കുറെ ദുആ ചെയ്തുകൊണ്ടിരിക്കും. ചരിത്രങ്ങളൊക്കെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഖുബാ മസ്ജിദിൽ പോകണം. അതുപോലെ മദീന പള്ളിയുടെ ചുറ്റുഭാഗത്ത് ചരിത്രമുറങ്ങുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ട്. ഖന്തഖ് യുദ്ധം നടന്ന ഭൂമി, സബഅ മസാജിദ് എന്ന പേരിലാണ് ഇപ്പൊ അറിയപ്പെടുന്നത്. കുറെ ചരിത്രങ്ങൾ, ഒരു പ്രവാചകന്റെ നാഗരികത നിലനിൽക്കുന്ന ആ രാജ്യത്ത് പല ചരിത്രങ്ങളും മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്, പല ചരിത്രങ്ങളും അറിയാതെ കിടക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അറിവുള്ളവരെ കണ്ടെത്തുക, അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയുക. അങ്ങനെ മദീനയിൽ താമസിക്കുമ്പോൾ മദീനത്തെ പള്ളിയിൽ 40 റക്അത്ത് നിസ്കരിച്ചാൽ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അത് വല്ലാത്ത പുണ്യമുള്ള കാര്യമാണ്. ഇമാം അബൂ ദാവൂദ് തങ്ങൾ റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം, 40 നിസ്കാരം ജമാഅത്തായി മദീനത്തെ പള്ളിയിൽ പൂർത്തിയാക്കുമ്പോൾ അവന്റെ പാപങ്ങൾ പുറത്ത് അവൻ പ്രത്യേകം സ്വർഗാവകാശിയായി മാറുന്ന പ്രത്യേക അനുഭൂതിയാണ്. അതെന്താ? റസൂലുള്ളാഹിന്റെ റൗളയിൽ റസൂലുള്ളാഹിനോട് ചേർന്ന് അന്ത ഉമ്മും അം അബു മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ. മഹാന്മാര് പഠിപ്പിച്ചത് എന്താ? നബിയേ,
ഞങ്ങൾക്ക് ഉമ്മയും ഞങ്ങൾക്ക് ഉപ്പയും ഏറ്റവും സ്നേഹം തന്നവരാണ്, വാത്സല്യം തന്നവരാണ്, ഞങ്ങളെ ഓമനിച്ചവരാണ്, ഞങ്ങളെ ഉമ്മ വെച്ചവരാണ്, ഞങ്ങളെ താലോലിച്ചവരാണ്. പക്ഷേ ഞങ്ങളെ ഉമ്മയെക്കാളും ഞങ്ങളെ വാപ്പയെക്കാളും മറ്റെല്ലാറ്റിനേക്കാളും തങ്ങളാണല്ലോ ഞങ്ങൾക്കുള്ള തണി, തങ്ങളാണല്ലോ ഞങ്ങൾക്കുള്ള തുണ, തങ്ങളാണല്ലോ ഞങ്ങളുടെ ശുപാർശകൻ. ആകയാൽ മഹാനായ നബിയേ, സാധുക്കളായ ഞങ്ങളിതാ ഇർതകബതു അലൽ ഖത വയറഹസ്രിം വഅദദ് ലകഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതല്ലേ, ധാരാളം തെറ്റുകൾ ചെയ്തവർ നബിയുടെ അടുക്കൽ വരുമെന്ന്. സാധുക്കളായ ഞങ്ങൾ പർവ്വത തുല്യങ്ങളായ പാപങ്ങൾ ചെയ്തുകൊണ്ട് ഞങ്ങളിതാ വന്നിരിക്കുന്നു നബിയേ, ഞങ്ങളിതാ വന്നിരിക്കുന്നു നബിയേ. എന്താണ് ഞങ്ങളെ ആവശ്യം? എന്താണ് ഞങ്ങൾ ആവശ്യം? ഞങ്ങളെ കണ്ണെത്താത്ത ദൂരത്താണ് കുടുംബമുള്ളത്. ഞങ്ങൾക്ക് ഇവിടെ വരാൻ 1,00,000 രൂപ ചെലവുണ്ട്. ഞങ്ങൾക്ക് ആരോഗ്യമില്ല, ഞങ്ങൾക്ക് രോഗാണ്, ഞങ്ങൾക്ക് ക്ഷീണമാണ്, ഞങ്ങൾക്ക് പ്രയാസമാണ്. ഞങ്ങളെ പിഞ്ചു മക്കൾ നാട്ടിലുണ്ട്. അതൊക്കെ വിട്ടുകൊണ്ട് ഞങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? الصلاة على النبي. ഹബീബായ മുഹമ്മദ് മുസ്തഫ മുത്തനബിയോട് പറയുകയാണ്, നബിയേ, ഞങ്ങൾക്ക് തങ്ങളെ ജീവിതത്തിൽ കാണാൻ ഏതായാലും ഭാഗ്യമുണ്ടായിട്ടില്ല. ഇന്ന് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾ തങ്ങളെ തിരുമുറ്റത്ത് വരാൻ ഭാഗ്യം ലഭിച്ചല്ലോ. ഞങ്ങൾ വന്നതിന്റെ ആവശ്യം, തലക്ക് നേരെ മുകളിൽ സൂര്യൻ, കത്തിജ്വലിക്കുന്ന സൂര്യനാണ്. അടിയിൽ ചവിട്ടി നിൽക്കാൻ കഴിയാത്ത മണൽത്തരി ചൂടായിരിക്കുന്നു. ആളിക്കത്ത നരകമാണ് മുന്നിൽ. ആർക്കും രക്ഷയില്ലാത്ത ആ മഹ്ശറ കോർട്ടിൽ പുന്നാര നബിയേ, അവിടുന്ന് അർശിന്റെ താഴ്ഭാഗത്തിൽ സുജൂദിൽ കടന്നുകൊണ്ട് ഉമ്മത്തി 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 എന്ന് പറയുമ്പോൾ ഈ സാധുവിനെ അതിൽ ഉൾപ്പെടുത്തണേ നബിയേ. ഇന്നനാ നർജു ഇലാ കഅസി ഹൗദിക ലിൽഅതശ് യൗമ നശ്രി കിതാബിയാ സയ്യിദി ഖൈറൻ നബി. മുത്തനബിയെ, ദാഹിച്ച് ക്ഷീണിച്ച് അവശരായി തൊണ്ട വറ്റി ജനങ്ങളൊക്കെ വിഷമിക്കുമ്പോൾ തങ്ങളല്ലേ അവിടുത്തെ ഹൗദുൽ കൗസർ കോരിക്കൊടുക്കുക. അതുകൊണ്ട് നബിയേ, ആ കോപ്പ വെള്ളം പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതുമായ ആ ഹൗദുൽ കൗസറിൽ നിന്ന് കോരിക്കൊടുക്കുമ്പോൾ ഈ സാധുവിനെ വിട്ടേക്കല്ലേ എന്ന് റസൂലുള്ളാഹിന്റെ തൊട്ടടുത്ത് പോയിക്കൊണ്ട് നമുക്ക് സങ്കടം പറയണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, മദീന മുനവ്വറയിലേക്ക് പോകണ്ട എന്ന് പറയുന്നവരുണ്ട്. അവിടെ 40 വഖ്ത് നിസ്കരിക്കാൻ കൂടിയിട്ടില്ലെങ്കിൽ എന്താ എന്ന് ചോദിക്കുന്നവരുണ്ട്. മദീന സിയാറത്ത് ചെയ്തില്ലെങ്കിൽ എന്താ, ഹജ്ജ് സഹിയാകൂലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. നാം അത്തരക്കാരിൽ പെട്ടുപോകരുത് കേട്ടോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മക്കയിൽ ഒരാൾ ഹജ്ജിന് വന്നു, പക്ഷെ എന്റെ മദീനത്തേക്ക് അവൻ വന്നില്ല. ഫഖദ് ജഫാനി, അവൻ എന്നെ വെറുപ്പിച്ചവനാണ്. എന്നെ വെറുപ്പിച്ചവനോ അല്ലാഹുവിന്റെ വെറുപ്പ് സമ്പാദിച്ചവനാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിനോടുള്ള തൃപ്തി, റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിലനിർത്തിക്കൊണ്ട് മദീനയിൽ പോകാൻ, അവിടുത്തെ പുണ്യഭൂമികളിലെല്ലാം പോകാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് മുതൽ മദീനയിലേക്ക് പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആളുകൾ, പടച്ചവനെ, റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഞാൻ പോകുമ്പോ എന്താ സമ്മാനം കൊണ്ടുപോവുക? എന്താ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് സമ്മാനം കൊണ്ടുപോവുക? നമ്മളിപ്പോ ഒരുപാട് ദിവസം ദുബായിൽ 2 കൊല്ലം നിന്നു നമ്മളെ മോന് തിരിച്ചിങ്ങോട്ട് യാത്ര വരിക. ഉമ്മാക്ക്, ഉപ്പാക്ക്, പുതിയാപ്പിളക്ക്, മറ്റുള്ളവർക്ക്, ഓരോ ആളുകൾക്കും പേന വാങ്ങിയവര്, മറ്റു വാങ്ങിയവര്, വാച്ച് വാങ്ങിയവര്, അങ്ങനെ എല്ലാ ഇവർക്കും സമ്മാനം. ഹബീബ് റസൂലുള്ളാഹി, നമ്മളെ എല്ലാമായ മുത്ത് നബിയെ കാണാനല്ലേ നമ്മൾ മദീനത്തേക്ക് പോകുന്നത്. എന്താണ് നമ്മൾ കൊണ്ടുപോകുന്നത്? നല്ലൊരു ലഗേജ് കൊണ്ടുപോകണം. എന്താണത്? 1,00,000 സ്വലാത്ത് കൊണ്ടുപോകാൻ അള്ളാഹു ആവതാക്കട്ടെ. വിശുദ്ധ റമളാൻ, പിന്നെ ശവ്വാൽ, ദുൽഖഅദ, 3 തികഞ്ഞ മാസം നമുക്ക് മദീനത്ത് പോകാനുണ്ട്. 90 പൂർണ്ണമായ ദിവസം, 90 ദിവസം കൊണ്ട് 1,00,000 സ്വലാത്തിൽ കൂടെ അള്ളാഹു ആവതാക്കട്ടെ. നമ്മളാണ് തീരുമാനിച്ചാൽ സാധിക്കും. ഹാജിമാരെ, ഇനി നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുകയാണ്, പുറപ്പെട്ടത് മുതൽ അങ്ങനെ
കടയിലേക്ക് പോവുക, പള്ളിയിലേക്ക് നടക്കുക, ഏത് സമയത്തും സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നു നോക്ക്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. 1,00,000 സ്വലാത്തുമായി ഇലാ ഹദ്റത്തി റസൂലില്ലാഹി. നമ്മൾ റസൂലുള്ളാഹിനെ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ നമ്മെ ഇങ്ങോട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ഒരു സംഭവം പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് നിർത്തുകയാണ്. റസൂലുള്ളാഹിന്റെ കാരുണ്യം, റസൂലുള്ളാഹിന്റെ കാരുണ്യം നിങ്ങൾക്കറിയുമോ? ബീബി ആയിഷ റളിയല്ലാഹു അൻഹാ ഒരു പ്രാവശ്യം റസൂലുള്ള വീട്ടിലേക്ക് കയറി വന്നപ്പോ ആയിഷ ബീബി ഇങ്ങനെ കുടുകുടാ കണ്ണീരൊഴുക്കിക്കൊണ്ട് നിർത്തി. ആയിഷ ബീബിക്ക് വല്ലാത്ത കരച്ചിൽ. ആ കരച്ചിൽ കണ്ടപ്പോ റസൂലുള്ള ചോദിച്ചു, ആയിഷു എന്തു പറ്റി? ആ സമയത്താണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്. റസൂലുള്ളാഹിയോട് ആയിഷ ബീബി പറയുന്നു, നബിയേ ഞാനിവിടെ വീട്ടിലിരിക്കുക. ആ വീട്ടിലേക്ക് ഇരിക്കുന്ന സമയത്ത് ഒരു ഉമ്മയും 2 മക്കളും വീട്ടിലേക്ക് വന്നു. ഒരു ഉമ്മയും 2 മക്കളും. അവർ വിശന്ന് വലഞ്ഞിട്ടുണ്ട്, അവരെ തൊണ്ട വറ്റിപ്പോയിട്ടുണ്ട്. ആ സാധുക്കളായ ഉമ്മയും മക്കളും അവർ വന്നപ്പോൾ ഇവിടെ ഒന്നുമില്ല, 3 കാരക്കയുണ്ട്. അതെടുത്തിട്ട് ഞാൻ ആ ഉമ്മയുടെ കയ്യിൽ കൊടുത്തു. ഉമ്മ ഉടനെ തന്നെ ഒരു കാരക്ക ചുള ഒരു കുട്ടിക്കും, ഒരു ചുള മറ്റൊരു കുട്ടിക്കും കൊടുത്തു. 2 കുട്ടികളും കിട്ടിയ ഉടനെ അത് വായിലേക്ക് ഇട്ടു. അവര് വേഗത്തിൽ അത് കഴിച്ചിട്ട് ഉമ്മ ആ കാരക്കൊച്ചള എടുത്ത് വായിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ കുട്ടികൾ വീണ്ടും കരഞ്ഞു. ആ കരച്ചിൽ കണ്ടപ്പോൾ തൊണ്ട വറ്റിയിരിക്കുന്ന ആ ഉമ്മ ആ കുട്ടികളെ കരച്ചിൽ കണ്ടപ്പോൾ ആ ഈത്തപ്പഴം പൊളിച്ചിട്ട് 2 കഷ്ണമാക്കി ഒന്നൊരു കുഞ്ഞിനും കൊടുത്തു. ആ ഉമ്മ അത് ചവച്ചിട്ട് പോലുമില്ല. ആ ഉമ്മാക്ക് മക്കളോടുള്ള ഈ സ്നേഹവും കാരുണ്യവും കണ്ടപ്പോൾ ഞാൻ അറിയാതെ കണ്ണീരൊഴുക്കിയതാണ് നബിയേ. ആ സമയത്ത് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ആയിഷൂ അള്ളാഹുവിന്റെ കാരുണ്യം, അള്ളാഹുവിന്റെ കാരുണ്യം 100 ഓഹരി ചെയ്താൽ 1 ഓഹരി മാത്രമാണ് അള്ളാഹുവിന്റെ മുഴുവൻ സൃഷ്ടികൾക്കും കൊടുത്തിട്ടുള്ളത്. മനുഷ്യൻ ഉമ്മ അതിന്റെ മക്കളോട്, പക്ഷി അതിന്റെ മക്കളോട്, ഏതൊരു ജീവിയും അതിന്റെ മക്കളോട്, മൊത്തം ജനങ്ങൾ കാണിക്കുന്ന കാരുണ്യമില്ലേ, ഈ കാരുണ്യത്തിന്റെ ലോകത്ത് മുഴുവനുമുള്ള സൃഷ്ടികൾക്ക് അള്ളാഹ് കൊടുത്തത് 1% അതിന്റെ 99 അള്ളാഹുവിന്റെ അടുക്കൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് മറ്റൊരു സമയത്തും റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ആയിഷൂ അല്ലാഹു തആല ഓരോ അമ്പിയാക്കൾക്കും ദുആക്ക് ഉത്തരമുള്ള ദുആ, പവറുള്ള ദുആ നൽകിയിട്ടുണ്ട്. എന്റെ ഉമ്മത്തികൾക്ക് ശഫാഅത്ത് ചെയ്യുന്നതിന് വേണ്ടി എന്റെ ദുആഇന്റെ അധികാരം ഞാൻ മഹ്ശറിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ 100 റഹ്മത്തുകൾ ഒരുമിച്ച് കൂടുന്ന ആ കാരുണ്യത്തിൽ നിന്ന് ഞാൻ അവിടെ വെച്ചുകൊണ്ട് കരഞ്ഞു പറയും, ഉമ്മത്തി ഉമ്മത്തി. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ആ റസൂലുള്ളാഹിയിലേക്ക് നമുക്ക് 1,00,000 സ്വലാത്ത് കൊണ്ടുപോയി കൂടെ? അള്ളാഹു ആവതാക്കട്ടെ. ഒഴിവ് സമയങ്ങളിലെല്ലാം സ്വലാത്ത് ചൊല്ലുക. കളിയിൽ ചൊല്ലിയാലും കാര്യത്തിൽ ചൊല്ലിയാലും എല്ലാ നിരക്കും അള്ളാഹു സ്വീകരിക്കുന്ന മഹത്തായ സ്വലാത്ത് ആദരവോടുകൂടെ ചൊല്ലുക. ഈ മാസത്തിന്റെ പേര് ശഅബാനുൽ മുഅല്ലം, ആദരണീയ ശഅബാൻ. എന്താ കാരണം? സ്വലാത്ത് ചൊല്ലണം എന്ന ഇന്നല്ലാഹു വ മലായികത്തുഹു എന്ന ആയത്ത് ഇറങ്ങിയത് ശഅബാനിലാണ്. സ്വലാത്തിന്റെ കൽപ്പനയുള്ള ആയത്ത്. നമ്മളും റസൂലുള്ളാഹിയും തമ്മിലുള്ള ഒരു കണക്ഷൻ നിലനിൽക്കുന്നത് സ്വലാത്തിലൂടെയാണ്. സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഏത് സ്വലാത്താണ് അറിയുക? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ചൊല്ലിക്കോ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അങ്ങനെ ഒരുപാട് സ്വലാത്തുകളുണ്ട്. സ്വലാത്ത് ഇബ്രാഹിം അത്തഹിയാത്തിൽ ചൊല്ലുന്ന സ്വലാത്തുണ്ട്. ഏത് സ്വലാത്താണ് അറിയുക? ആ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് 1,00,000 സ്വലാത്തുമായി റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അതൊരു വല്ലാത്ത ആനന്ദമാണ്, വല്ലാത്ത കൗതുകമാണ്. റസൂലുള്ള സന്തോഷത്തിന്റെ മുഖത്തോടു കൂടെ നമ്മെ നോക്കി പുഞ്ചിരിക്കുന്ന ഒരവസ്ഥ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് സംഘടിത രൂപത്തിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ അവസരം നൽകിയ കേരളത്തിലെ പ്രഥമ ഹജ്ജ് സംഘം SYS ഹജ്ജ് സെൽ കേന്ദ്ര സർക്കാരിന്റെ വിദേശകാര്യ വകുപ്പിൽ അംഗീകാരം ലഭിച്ചത് പ്രഗത്ഭ മതപണ്ഡിതന്മാരുടെ നേതൃത്വം, പരിചയസമ്പന്നരായ അമീറുമാർ,
മികച്ച യാത്രാ സൗകര്യങ്ങൾ, ഹജ്ജ് വേളയിലെ അനുഷ്ഠാനങ്ങളെക്കുറിച്ചും ഹജ്ജ് യാത്രയെക്കുറിച്ചും ആധികാരിക പഠന ക്ലാസുകൾ. 2006 ഹജ്ജിനുള്ള രജിസ്ട്രേഷൻ മർക്കസ് നഗറിൽ ആരംഭിക്കുന്നു. ബന്ധപ്പെടുക SYS ഹജ്ജ് സെൽ, മർക്കസ് കോംപ്ലക്സ്, കോഴിക്കോട്. ഫോൺ 04952720 993 2724341.